നമസ്കാരം. നമ്മുടെ GCD മെമ്പേഴ്സിന് എല്ലാം അറിയാവുന്ന പോലെ തന്നെ നമ്മളൊരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് രൂപം കൊടുത്തു. ആ പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുന്നത് സാധാരണ പാർട്ടിക്കാരുടെ പ്രവർത്തന രീതിയല്ല. അതായത് ഇപ്പോൾ നിലവിൽ കണ്ടുവരുന്ന രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് അധികാരം കിട്ടിയാൽ ഭരിക്കാം, ജനങ്ങളുടെ ടാക്സ് കൊണ്ട് ഭരിക്കാനും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അതേത് പാർട്ടിയാണെങ്കിലും. പക്ഷേ നമ്മളുടെ ഒരു GCD പൊളിറ്റിക്കൽ പാർട്ടി വിഭാവനം ചെയ്യുന്നത് ഇവിടുത്തെ കാർഷിക മേഖല, ഇവിടുത്തെ വ്യാപാര വ്യവസായങ്ങൾ, ഇതിനെല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ജനകീയപരമായിട്ടൊരു പ്രസ്ഥാനത്തെ വളർത്തിയെടുത്തുകൊണ്ട് അതിൻ്റെ പ്രയോജനം ഈ അംഗങ്ങളിലേക്കും എത്തിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ പാർട്ടി മെമ്പേഴ്സ് മാത്രമല്ല, എല്ലാവർക്കും എൻ്റെ പ്രയോജനം കിട്ടത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനം ഒരുക്കുക. നമുക്കറിയാം, ഇന്ത്യ രാജ്യത്ത് കോടാനുകോടി രൂപയുടെ പ്രൊജക്റ്റ് നടപ്പുണ്ട്. അതെല്ലാം തന്നെ വിരലെണ്ണാവുന്ന കുറച്ച് ആൾക്കാരുടെ കൈകളിലാണ് പോകുന്നത്. ഇതിനെല്ലാം ജനകീയമാക്കിക്കൊണ്ട് പ്രസ്ഥാനം വരികയും ആ പ്രസ്ഥാനത്തിലൂടെ കിട്ടുന്ന സാമ്പത്തികപരമായിട്ടുള്ള മുന്നേറ്റം ഇവിടുത്തെ ജനങ്ങൾക്ക് എത്തിക്കുക എന്നുള്ള ആ ഒരു രാഷ്ട്രീയ നിരീക്ഷണമാണ്. രാഷ്ട്രത്തെ സേവിക്കാൻ രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ നിലവിലുള്ള രീതിയിൽ അല്ല നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ രാഷ്ട്രത്തെ സേവിക്കണമെങ്കിൽ നമുക്ക് പല രീതിയിലും രാഷ്ട്രത്തെ സേവിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ രാഷ്ട്രത്തെ സേവിക്കുമ്പോൾ അതിലൂടെ നമുക്ക് ഇത്തരത്തിലുള്ള ചില ഒരു വ്യത്യസ്ത രീതിയിലുള്ള ഒരു കാര്യമായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ പാർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ ഇവിടുത്തെ വിഭവവിശേഷങ്ങളായിട്ടുള്ള പല പല കാര്യങ്ങളെല്ലാം ഉണ്ട്. അതൊക്കെ നമുക്ക് ഉപയോഗപ്രദമാക്കുന്നു. അപ്പോൾ എന്തായാലും ഈ നമ്മുടെ പാർട്ടി കൊണ്ട് ഒരു പാർട്ടിക്കും ദോഷം വരികയില്ല. അതായത് നമ്മൾ ഒരാളെയും ചീത്ത പറയാനോ ഒരു പാർട്ടിക്കാരനും എതിരല്ല. പക്ഷേ ഭരിക്കുന്ന പാർട്ടിക്കാർക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യും. അതിപ്പോൾ LDF ഭരണത്തിൽ വന്നാലും UDF ഭരണത്തിൽ വന്നാലും BJP ഭരണത്തിൽ വന്നാലും ആരാണോ ഭരണത്തിൽ വരുന്നത്, കാരണം ഭരണത്തിൽ വരുന്നത് വെറുതെ അല്ലല്ലോ, ജനങ്ങളുടെ വോട്ട് മേടിച്ചിട്ടാണ് അവർ ഭരണത്തിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ ഭരണത്തിൽ വരുന്ന ആൾക്കാർക്ക് നമുക്ക് കുറച്ചുകൂടി സപ്പോർട്ടായിട്ട് നിൽക്കണം. ഇപ്പം നിലവിൽ കണ്ടുവരുന്നത് ഭരിക്കുന്ന പാർട്ടിയോട് അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളെ എപ്പോഴും എതിരിട്ടായിരിക്കും നിൽക്കുന്നത് എല്ലാ കാര്യത്തിലും. അപ്പോൾ ഭരിക്കുന്ന പാർട്ടിക്ക് ഒരു സപ്പോർട്ട് കൊടുക്കാൻ ഔട്ട് സൈഡിൽ നിന്ന് ആരുമില്ല, അവർ തന്നെ ഫേസ് ചെയ്യേണ്ടത്. ഒരു പാർട്ടി ഭരിക്കുകയും ഒരു 4 പാർട്ടിക്കാർ പുറത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ 4 പാർട്ടിക്കാർ അവർക്ക് എതിരായിട്ടായിരിക്കും സംസാരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ ഭരിക്കുന്നവരുടെ ആ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടാണ്ട് പോകും. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മൾ നോക്കിക്കാണുന്ന ഒരു വ്യത്യസ്ത ആശയമാണ് നമ്മുടെ ഈ രാഷ്ട്രീയ പാർട്ടിയോട് ഉദ്ദേശിക്കുന്നത്. നല്ലതാര് ചെയ്യുന്നു അതിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇന്ന് ഇന്ത്യ വളരെയധികം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വികസനം താഴെത്തട്ടിലേക്ക് എത്തണമെങ്കിൽ അതുപോലുള്ള പ്രവർത്തനം വേണം. നിലവിലെ രാഷ്ട്രീയ പാർട്ടിക്കാർ ചെയ്യുന്ന കാര്യങ്ങളെന്താണ്? ടാക്സ് വാങ്ങി ജനങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യം ചെയ്യാൻ പറ്റും. പക്ഷേ ഈ രീതിയിൽ പോയാലും താഴെത്തട്ടിലുള്ള ആൾക്കാരുടെ ജീവിത നിലവാരം എങ്ങനെ ഉയർത്താൻ പറ്റും? ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം. അതായത് സർക്കാർ ജോലി കിട്ടുന്നവർക്ക് സർക്കാർ ജോലിയും ശമ്പളവും പിന്നെ പെൻഷനും കിട്ടും. പക്ഷേ ഇതൊന്നും ഇല്ലാത്ത സാധാരണപ്പെട്ടവരെന്ത് ചെയ്യും? സാധാരണപ്പെട്ടവന് ആരോഗ്യമുള്ള സമയത്ത് ജോലിക്ക് പോകാൻ പറ്റും, ആരോഗ്യമില്ലാത്ത സമയത്ത് അവൻ എന്ത് ചെയ്യും? അപ്പോൾ ആ പ്രൈവറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു 10, 60, 65 വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ പെൻഷൻ തുക എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 10,700 അല്ല 1,800 രൂപ കിട്ടും. ഈ 1,800 രൂപ കൊണ്ട് ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആ വ്യക്തികളും ഈ നല്ല പ്രായത്തിൽ അവർ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്ത സംഭാവന അവരുടെ ജോലിയായിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ് ആയിരിക്കാം. അപ്പോൾ അവർ ചെയ്ത ഈ സംഭാവനയ്ക്ക് അവർക്ക് പിന്നീട് ശിഷ്ടകാലം ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വരുമാനം കണ്ടെത്തുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ്. പ്രായം കൂടിയതുകൊണ്ട് അവരെ നമ്മൾ പുച്ഛിച്ച് തള്ളാൻ പാടില്ല. ആ പ്രായമാകുന്നതിന് മുമ്പ് അവരെന്തെല്ലാം നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടോ അതെല്ലാം തന്നെ നമ്മുടെ സമൂഹത്തിനും രാജ്യത്തിനും വളരെ വേണ്ടപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഈ 10-60 വയസ്സല്ല 65 വയസ്സൊക്കെ ആകുന്ന സമയത്ത് ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതും നമ്മുടെ ഒരു കടമയാണ്. അപ്പോൾ അതിനെയൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മുടെ ഈ പാർട്ടി രൂപീകൃതമാകുമ്പോൾ ഇന്ന് ഇന്ത്യയിൽ നമുക്ക് ആരുടെയും പോക്കറ്റിൽ നിന്ന് ആർക്കും സംഭാവന ചെയ്യേണ്ട കാര്യമില്ല. വിവിധ ബിസിനസ്സുകളാണ് ഇന്ന് ഇന്ത്യയിലുള്ളത്, ഒത്തിരി സാഹചര്യങ്ങളുള്ളത്. അതിനെ നമ്മൾ ജനകീയമാക്കിക്കൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ആശയമാണ് നമുക്ക് നടപ്പിലാക്കേണ്ടത്. അപ്പോൾ ഈ ഒരു വ്യത്യസ്ത പാർട്ടി രൂപീകരിച്ചതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ GCD മെമ്പേഴ്സിനെല്ലാം അറിയാം. ഇനി അത് പൊതുജനങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചുകൊണ്ട് ഈ പാർട്ടി രൂപീകരിക്കുന്നതാണ്. ഇപ്പോൾ നമുക്കറിയാം കോക്രോച്ച് പാർട്ടി എന്തായി, എൻ്റെ സ്ഥിതി എന്തായി.
ഒരു ഭരിക്കുന്ന പാർട്ടിയെ തകിടം മറിക്കാൻ വേണ്ടിയിട്ട് ഒരു പാർട്ടി രൂപീകരിക്കുക, അതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് നിൽക്കാൻ കുറേ പാർട്ടിക്കാർ വേറെ. അങ്ങനെയല്ല ശരിക്കും ചെയ്യേണ്ടത്. നമ്മൾ ഭരിക്കുന്ന പാർട്ടിക്കാർക്ക് തെറ്റുണ്ടെങ്കിൽ അത് തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ തെറ്റില്ല. പക്ഷേ അവരെ കൂടുതൽ കരുത്തട്ടതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. അത് കോൺഗ്രസ് ഭരിച്ചാലും BJP ഭരിച്ചാലും LDF ഭരിച്ചാലും അവരുടെ നല്ല പ്രവർത്തനത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരെ കൂടുതൽ കരുത്തട്ടതാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ നമ്മുടെ ഈ പാർട്ടി അധികം താമസിക്കാണ്ട് തന്നെ രംഗത്തേക്ക് വരുന്നതാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. കാരണം ഇതൊരു വലിയൊരു മാറ്റമാണ്. ഈ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്ന ഓരോ കാലഘട്ടങ്ങളിലും ഓരോ മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. അത്തരത്തിലൊരു മാറ്റമാണ് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ജനങ്ങളത് ഏറ്റെടുക്കുന്നുള്ള ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം വരുന്ന സമയങ്ങളിൽ ഞാൻ പറയുന്നതാണ്. താങ്ക് യു. ബൈ.